ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ അലക്സയെ പോലെ ഒരു ഡിവൈസ് ഉണ്ടാവും. ആ ഡിവൈസ് നമ്മളോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും, നമുക്ക് എന്തെല്ലാം സിംറ്റംസ് ഉണ്ട്, അസുഖമുണ്ട് എന്നുള്ളത് ചോദിക്കും. എന്നിട്ട് നമ്മുടെ ഒരു പാസ്റ്റ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഒക്കെ അത് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തണം, ഇന്ന് സ്കാൻ ചെയ്യണം, ഇന്ന് ബ്ലഡ് ടെസ്റ്റുകൾ നടത്തണം എന്ന് എഴുതി തരും. അതിനുശേഷം ആ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തരും. ഇങ്ങനൊരു സംഭവം നടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഇത് പോസിബിൾ ആണെന്നുള്ളത് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ നമ്മുടെ വേൾഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്തരം പോസിബിലിറ്റീസിലോട്ടിലാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു ടെക്നോളജി ആയിട്ട്, ഒരു ടൂളായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ ഞാൻ MBBS എടുക്കണം, ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടെ എൻ്റെ ഒരു ഡോക്ടർ പ്രൊഫഷനിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷൻ, ഇനി MBBS അല്ല ഒരു മെഡിക്കൽ അലൈഡ് പ്രൊഫഷൻ ആവട്ടെ, ഈ പ്രൊഫഷനെ ആക്ച്വലി AI എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും? ഡോക്ടർമാരെ റീപ്ലേസ് ചെയ്യാൻ AIക്ക് സാധിക്കുമോ? അതേപോലെ തന്നെ ഡോക്ടർ പ്രൊഫഷൻ, അതിൻ്റെ സാലറി കൂടുമോ കുറയുമോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. സോ ഇന്ന് ഈ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എവിടെയാണ് ഹെൽത്ത് കെയറിൽ AI ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്? അത് ഡോക്ടേഴ്സിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇനി ഒരാൾക്ക് ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇന്നത്തെ കാലത്ത് വേണ്ട നെസസറി സ്കിൽ സെറ്റ്, AI വരുന്നതോട് കൂടി വേണ്ട നെസസറി സ്കിൽ സെറ്റ് എന്തെല്ലാമാണ്? വെൽക്കം ടു ദ വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ AI എവിടെയാണ് ഒരു ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നിടത്തേക്ക് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നിടത്തേക്ക് മാറുക എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും 3 ഏരിയകളിലാണ് AI എസ്പെഷ്യലി ഒരു ഡോക്ടറുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഫീൽഡ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് കെയറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഡാറ്റ മൈനിങ് ആണ്. എന്താണ് ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് പേഷ്യൻസ് പലപ്പോഴായിട്ടൊരു ഹോസ്പിറ്റലിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. ആ പേഷ്യൻസിൻ്റെ പല റെക്കോർഡ്സ്, ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവുകയാണെങ്കിൽ ഇതൊന്നും പലപ്പോഴും ഡിജിറ്റലി അത് സ്റ്റോർ ചെയ്തിട്ടില്ല നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം എവിടെയെങ്കിലും പേപ്പറിലോ പെന്നിലോ അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ടിലോ ആണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഹെൽത്ത് റെക്കോർഡ്സ് മുഴുവൻ ഡിജിറ്റലി ഉണ്ടെങ്കിലോ അവിടെ ഉണ്ടായിട്ടുള്ള സിംറ്റംസ്, അയാളുടെ ഒരു പേഴ്സണൽ ഹിസ്റ്ററി, ഉള്ള ജനറ്റിക് വേരിയേഷൻ, സിംറ്റംസ്, എന്തെല്ലാം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഒരു രോഗിക്ക് പ്രപ്പോസ് ചെയ്തത്, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഔട്ട്കം എന്തായിരുന്നു, ആ ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് നന്നായി ലഭിച്ചോ അതല്ല അയാൾ നെഗറ്റീവായിട്ടാണോ ബാധിച്ചത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ, ഇത്തരം കാര്യങ്ങളുടെ ഒരു ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ AIക്ക് എസെൻഷ്യലി വേണ്ടത് ഡാറ്റയാണ്. ഈ വലിയ ഡാറ്റ സെറ്റിനെ ട്രെയിൻ ചെയ്തിട്ട് ഒരു AI മെഷീനിൽ നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് പുതിയൊരു പേഷ്യൻ്റ് വന്നാൽ ഈ പേഷ്യൻസ് പ്രീവിയസ് പേഷ്യൻസിനോട് എത്രത്തോളം സിമിലർ ആണ്, അപ്പോൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ എന്തെല്ലാമാണ്, അവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഡ്രഗ്സ് എന്തെല്ലാമാണ്, എന്തെല്ലാം മരുന്നുകളാണ് കൊടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ഔട്ട്കമ്മിൽ മോശമായിട്ട് ബാധിച്ച പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ പാത്തിൽ പോവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്ത് സർജറിയാണ് ഇയാൾക്ക് ഈ സിംറ്റംസ് വെച്ചിട്ട് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഡാറ്റ മൈനിങ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ഡയഗ്നോസിസിലാണ്. AI ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന 2 സ്പെഷ്യാലിറ്റീസ് മെഡിസിനിൽ, ഒന്ന് പാത്തോളജിയും 2 റേഡിയോളജിയുമാണ്. നിങ്ങൾക്ക് പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? നമ്മളെ ബ്ലഡ് റിസൾട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ സൈൻ ഓഫ് ചെയ്യുന്ന ഒരു പാത്തോളജിസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു MRI സ്കാൻ, CT സ്കാൻ, എക്സ്റേ, USG സ്കാൻ, ഇതൊക്കെ ചെയ്യുന്ന, ഇതിൻ്റെ റിപ്പോർട്ട്സ് നൽകുന്ന ആളുകളാണ് റേഡിയോളജിസ്റ്റുകൾ എന്നുള്ളത്. ഇവിടെ ഈ 2 ഫീൽഡുകൾ എന്തുകൊണ്ട് പെട്ടെന്ന് AI മൂലം എഫക്റ്റ് ചെയ്യപ്പെടും? അതിന് കാരണം വളരെ സിമ്പിളാണ്. രണ്ടിലും ഒരുപാട് ഡാറ്റ സെറ്റ്സ് ഉണ്ട്. ഈ ഡാറ്റ സെറ്റ്സ് വെച്ചുള്ള ഡയഗ്നോസിസ് ആണ് ആക്ച്വലി നടക്കുന്നത്. എങ്ങനെയാണ് റേഡിയോളജിസ്റ്റ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? ഓരോ ദിവസവും അയാൾ മെഡിക്കൽ കോളേജിൽ മേ ബി ഹീസ് ഡൂയിങ് എ PG ഓർ വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ, അയാൾ 100 കണക്കിന് കേസുകൾ കാണുന്നുണ്ടാവും. ഇങ്ങനെ 100 കണക്കിന് കേസുകളുടെ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസ് ബിൽഡപ്പ് ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ നല്ലൊരു റേഡിയോളജിസ്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ റിപ്പോർട്ട്സ് അനലൈസ് ചെയ്തിട്ടാണ് ഒരു പാത്തോളജിസ്റ്റ് നല്ലൊരു പാത്തോളജിസ്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഡാറ്റ മുഴുവൻ മേ ബി ഒരു വർഷം കൊണ്ട് ഒരു 30,000 കേസാണ് റേഡിയോളജിസ്റ്റ് കാണുന്നതെങ്കിൽ, നേരെ മറിച്ച് ഒരു 3 ലക്ഷമോ 30 ലക്ഷമോ കേസ് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമേജസ് കൊണ്ട്, ഫോർ എക്സാമ്പിൾ MRI അല്ലെങ്കിൽ CT കൊണ്ട് നമുക്കൊരു മെഷീനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ആ മെഷീൻ മേ ബി കുറച്ചുകൂടി ബെറ്ററായിട്ട് ഈ ഇമേജസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമേജസിൽ നിന്ന് പാറ്റേൺ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. പുതിയൊരു പേഷ്യൻ്റ് വരുമ്പോൾ ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു 3 ലക്ഷം കേസ്, ഈ ഡോക്ടറെ എക്സ്പെർട്ടീസ് എന്താ? അയാളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അയാളെക്കാളും 10 ഇരട്ടി എക്സ്പീരിയൻസ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്യാൻ ഒരു AI മെഷീന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡോക്ടർ മിസ്സാവുന്ന, മേ ബി പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഡോക്ടർ ഓവർലുക്ക് ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ
ഇത്തരം AI മെഷീൻസിന് സാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാത്രമല്ല പല ഡിസീസസും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ, ഏർലി സ്റ്റേജ് പ്രഡിക്ഷൻ നടത്താനും ഇതിനൊക്കെ ഈ ഒരു ഡാറ്റ സെറ്റ് കൊണ്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന 2 ഏരിയകൾ നമുക്ക് റേഡിയോളജിയും പാത്തോളജിയാണെന്ന് പറയാൻ സാധിക്കും. മൂന്നാമത്തേത് ഒരു പേഷ്യൻറ്റ് മോണിറ്ററിങ് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് അസിസ്റ്റൻസിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റീപൊസിഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സർജറീസിൽ അസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോബോട്ടിക് സർജറീസ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ഒരു രോഗിക്ക് കൊടുക്കുകയാണ്. മേ ബി ചിലപ്പോൾ അതിൽ ചില ചെറിയ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അതിന് വാൺ ചെയ്യാണ്, ഇയാൾക്ക് ഇന്നൊരു ഹിസ്റ്ററി ഉണ്ട്, അതുകൊണ്ട് ഇന്ന് മെഡിസിൻ കൊടുത്താൽ ഇയാൾക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഡോക്ടർ ഇതെല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ ഒറ്റയ്ക്ക് ഡോക്ടർക്ക് സാധിച്ചോളണമെന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ അസിസ്റ്റ് ചെയ്യാൻ AI പോലത്തെ ടെക്നോളജീസിന് സാധിക്കും. ഈ 3 ഏരിയകളിലാണ് ഞാൻ എസ്പെഷ്യലി ഒരു ഡോക്ടറുടെ റോളുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയറിൽ AIയുടെ ഒരു ഇമ്പാക്റ്റ് കാണുന്നത്. അപ്പോൾ എന്താണ് ബെസ്റ്റ് ഓപ്ഷൻ? ഭാവിയിൽ ഡോക്ടർമാരുണ്ടാവുമോ ഇല്ലയോ? അപ്പോൾ ഒരുപാട് ഇതിലുള്ള റിസർച്ച് പേപ്പേഴ്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡ് ചെയ്യുന്നൊരു കാര്യം എന്നുള്ളത് ദർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് എ ഫിസിഷ്യൻ എക്സ്പേർട്ട് വിത്ത് AI. ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ആവുക. AI ഒറ്റക്ക് വർക്ക് ആയിക്കൊള്ളാം എന്നില്ല. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ഡോക്ടർ ഒറ്റക്കും ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഓവർലുക്ക് ചെയ്യാം, ട്രീറ്റ്മെൻറ്റ് പ്ലാൻസിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നുള്ളത് ഇസ് ഗോയിങ് ടു ക്രിയേറ്റ് വണ്ടേഴ്സ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ആക്ച്വലി AI ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ? ഇവിടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഹ്യൂമൻ ഇൻട്രാക്ഷൻ എന്നുള്ളതാണ്. ഒരു രോഗിക്ക് ഇപ്പോൾ ഒരു പ്രൊസീജിയർ വേണം, ഒരു സർജറി വേണം എന്നുണ്ടെങ്കിൽ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ, രോഗിയോട് എക്സ്പ്ലെയിൻ ചെയ്യും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ നെസറി ആയിട്ടുള്ളത്, ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെയാണ് ഫോളോ അപ്പ് കെയർ. അവിടെ ഒരു മനുഷ്യൻ ഇടപെടുക എന്നുള്ളത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കമ്പാഷൻ എന്നുള്ളത് ഒരു ഡോക്ടർ പേഷ്യൻ്റ് ഇൻട്രാക്ഷനിലെ ഒരു ഹ്യൂജ് എലമെൻ്റ് ആണ്. ഒരു കമ്പാഷൻ, ഒരു മനുഷ്യനെ പോലെ കമ്പാഷനേറ്റ് ആവാൻ ഒരു AI മെഷീന് സാധിക്കുമോ? ഇത് കാലം ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. സംഭവിച്ചേക്കാം, സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട്, ഈ കമ്പാഷൻ എന്നുള്ളത് മാത്രമാണ് ഒരു ഫാക്ടർ എന്നുണ്ടെങ്കിൽ അതിനൊരു ഡോക്ടറെ തന്നെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ എക്കണോമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ കമ്പാഷൻ എന്നുള്ളത് മേ ബി ഡോക്ടറെക്കാൾ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള വേറെ പ്രൊഫഷണൽസ് ഉണ്ടാവില്ലേ, മേ ബി സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവില്ലേ, ഫിസിഷ്യൻ അസിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ഈവൻ നേഴ്സസ് ഉണ്ടാവില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവരൊക്കെ മേ ബി കുറേ ഡോക്ടേഴ്സിനെ ഭാവിയിൽ റീപ്ലേസ് ചെയ്യാൻ സാധ്യതയില്ലേ? ഇത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവാണ്. പക്ഷെ അപ്പോഴും ഒരു ഡോക്ടറുടെ റോൾ നമുക്ക് അത്രത്തോളം അണ്ടർമൈൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഫ്രം എ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ്, ഒരുപാട് രോഗികളെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഒരു ഡിസീസ് എങ്ങനെയാണ് ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് രോഗിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? ഒരു ഡോക്ടർക്കാണ് സാധിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ റേഡിയോളജിസ്റ്റുകൾക്ക് നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് റേഡിയോളജി എന്നുള്ളത്. കാരണം റേഡിയോളജിസ്റ്റ് മോസ്റ്റ്ലി ടെക്നോളജിയുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു എക്സ്റേ എടുക്കണം എന്നുണ്ടെങ്കിൽ CT എടുക്കണം, USG MRI എടുക്കണം, എന്തിനും ടെക്നോളജി വേണം. എല്ലാ ഇമേജസും ടെക്നോളജി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അവിടെയും അവരൊരു കേസ് അവർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ഫിലിമും ആ ഫിലിമിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടും മാത്രമല്ല ഉള്ളത്. അവർ മേ ബി ഒരുപാട് ആളുകളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, മെഡിക്കൽ സ്റ്റാഫുകളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ അവർ റിസ്ക് ബെനിഫിറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ പേഷ്യൻസിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഈവൺ ഒരു റേഡിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഒരിക്കലും ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് ദർ ആർ സർട്ടൻ പോസിബിലിറ്റി. ചില ഏരിയകളെങ്കിലും ഒരു ഡോക്ടർ ചെയ്യുന്ന പല ജോബ്സിനെയും ഓട്ടോമേറ്റ് ചെയ്യാൻ ഈസിയാക്കാൻ ആർക്ക് സാധിക്കും? ഒരു AI ടെക്നോളജിക്ക് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം എന്നുള്ളത് ഭാവിയിൽ ഡോക്ടർമാരുടെയൊക്കെ ശമ്പളം കുറയോ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു ആൾ മെഡിക്കൽ പ്രൊഫഷനിലോട്ടോ മെഡിക്കൽ അലൈഡ് പ്രൊഫഷനിലോട്ടോ പോകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. വിൽ ഡോക്ടേഴ്സ് വിൽ ബി ലെസ് വാല്യൂഡ് എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ ആക്ച്വലി നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യാണ് അല്ലേ, ഒരു വാല്യൂ ആഡ് ചെയ്യാണ്. ഇപ്പോൾ AI ബേസ്ഡ് ഒരു ഡയഗ്നോസിസ് വരുമ്പോൾ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ഹെൽത്ത് കെയർ കിട്ടുന്നു. ഇവിടെ വേറെ കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അഥവാ ഹോസ്പിറ്റൽ ഉണ്ട്, അവർ പ്രോഫിറ്റബിലിറ്റിയാണ് നോക്കുക. ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് രോഗികളെ നോക്കുന്നതിനനുസരിച്ച് അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഡ്രഗ് കമ്പനീസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, ഈ AI ടെക്നോളജിയുമായി വർക്ക് ചെയ്യുന്ന ടെക് കമ്പനീസ് ഉണ്ട്. ഇങ്ങനെയുള്ള വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ഡയഗ്നോസിസും ഹെൽത്ത് കെയറും കിട്ടുമ്പോൾ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും മോണിറ്ററി ബെനിഫിറ്റ് തന്നെയാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടേഴ്സ് ലെസ് വാല്യൂഡ് ആകുമോ? ലെസ് വാല്യൂഡ് ആവാൻ വലിയൊരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ വേറൊരു സാധ്യത ഉള്ളത്
ഇഫ് ദർ ആർ സർട്ടൺ ഡോക്ടേഴ്സ് ഈ AI അവർക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ക്വിക്കർ ഡയഗ്നോസിസ്, എഫിഷ്യൻറ്റ് ഡയഗ്നോസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഡോക്ടേഴ്സിൻ്റെ വാല്യൂ കൂടാനുള്ള, അവരുടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സോ മറ്റ് ബെനിഫിറ്റ്സോ ഒക്കെ കൂടാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അത്തരം ഡോക്ടേഴ്സിന് ഹ്യൂജ് ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളത് സംശയമില്ല. എന്ന് മാത്രമല്ല, ഈ ഹെൽത്ത് കെയർ കമ്പനീസിൻ്റെ ഒക്കെ മുമ്പിലുള്ളൊരു ചോദ്യം എന്നുള്ളത് AI ആക്ച്വലി ഓവർ ട്രീറ്റ്മെൻറ്റ് പല രോഗങ്ങൾക്കും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്, കാരണം ആളുകൾ റിസ്ക് എടുക്കാൻ റെഡിയല്ല. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി കുറക്കാനല്ലേ സാധ്യത? ബെറ്റർ ഡയഗ്നോസിസും ബെറ്റർ പ്രെഡിക്റ്റബിലിറ്റി ഒക്കെ വരുമ്പോൾ ഓവർ ട്രീറ്റ്മെൻറ്റും പ്രൊസീജിയേഴ്സൊക്കെ കുറഞ്ഞ് ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്താൽ ഒരു ഹെൽത്ത് സെക്ടറിൻ്റെ ഒരു ബൂമിങ് കുറയാൻ സാധ്യത ഉണ്ടോ? ആക്ച്വലി ഹോസ്പിറ്റൽ ഒരു ട്രീറ്റ്മെൻറ്റ്സ് എന്നുള്ളതിൽ ആക്ച്വലി അത് കുറഞ്ഞ് അതിലുള്ളൊരു എക്കണോമിയെ അത് ബാധിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യവും സ്വാഭാവികമായിട്ടും പല ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ പല ആളുകളെയും ഇത് ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്, പല ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഹോൾഡ് ബാക്കിന് ഇത്തരം ചിന്തയാണ്. കാരണം ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ്, മോണിറ്ററി ബെനിഫിറ്റ്സ് കുറയുമോ? ബട്ട് ഇത് വലിയൊരു റവല്യൂഷനാണ്. ഈ റവല്യൂഷനെ അതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇവിടെ ഇതിൻ്റെ എക്കണോമിയിൽ മറ്റൊരു കാര്യം എന്നുള്ളത്, ലാർജർ മെഡിക്കൽ കോർപ്പറേഷൻസിൻ്റെ സ്മോളർ ക്ലിനിക്സിനേക്കാളും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഡേറ്റാ സെറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇലക്ട്രോണിക്കലി അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ പേഷ്യൻ്റ് റെക്കോർഡ്സ് ഒക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്മോളർ പ്ലെയറിനേക്കാളും, കാരണം ഹ്യൂജ് ഡേറ്റ ഉണ്ടെങ്കിൽ ബെറ്റർ മോഡൽസ്, AI മോഡൽസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ ഇവർ ഷെയർ ചെയ്യുമോ, സ്മോളർ പ്ലെയേഴ്സുമായിട്ട് ഷെയർ ചെയ്യുമോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സോ ഹ്യൂമൻസ് ലീഡിങ് ആൻഡ് AI സപ്പോർട്ടിങ് എന്നുള്ളൊരു മോഡലായിരിക്കും ഭാവിയിൽ വർക്കൗട്ട് ആവുക എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ അവസാനത്തെ ചോദ്യം എന്നുള്ളത്, ഭാവിയിലെ ഡോക്ടേഴ്സ്, നിങ്ങൾ MBBS എടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഹാർഡ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഡാറ്റ ലിറ്ററസിയാണ്. ഡാറ്റ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയെ റീഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ വലിയൊരു എക്സൽ വായിക്കാൻ പറ്റണമെന്നല്ല, പക്ഷേ എന്താണ് ഈ ഡേറ്റ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ ഡാറ്റ ഡ്രിവൺ ഇൻസൈറ്റ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മേ ബി ഇത് നമ്മുടെ ഒരു MBBS കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. രണ്ടാമത് ടെക്നിക്കൽ പ്രൊഫഷൻസിയാണ്. നമ്മളിപ്പോൾ ഒരു ഡീപ്പായിട്ടൊരു എഞ്ചിനീയർ അറിയുന്ന പോലെ എന്താണ് മെഷീൻ ലേണിംഗ്, എന്താണ് അതിൻ്റെ അൽഗോരിതംസ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും എങ്ങനെയാണ് ഒരു AI ML ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. മെഡിക്കൽ ഇൻഫർമാറ്റിക്സിനെ കുറിച്ച് കുറച്ച് അറിവ് ഒരു ഡോക്ടർക്കുള്ളത് നല്ലതാണ്. അത്തരം ഡോക്ടേഴ്സിന് ഹ്യൂജ് ഡിമാൻഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം വേൾഡ് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരാൾക്കും ഇന്ന് ഒറ്റക്കൊരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൻ്റെ ഒരു ആമസോണിൻ്റെ അലക്സ പോലത്തെ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലത്തെ അല്ലെങ്കിൽ സിരി പോലത്തെ ടെക്നോളജി അവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എഞ്ചിനീയേഴ്സ് മാത്രം മതിയോ? ഇല്ല, ലാംഗ്വേജ് എക്സ്പേർട്ട് വേണം, ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്സ് വേണം, അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഒരു AI ഇമേജ് റീഡിംഗ് മെക്കാനിസം ഒരു റേഡിയോളജിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് റേഡിയോളജി ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. ഇതിനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ആളുകളെയാണ് ആവശ്യം. അപ്പോൾ ഒരു എഞ്ചിനീയേഴ്സിൻ്റെ മാത്രം ഡൊമൈൻ അല്ല, ഡോക്ടേഴ്സിന് ആവശ്യം വരും വിത്ത് ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി. അതേപോലെ തന്നെ ഡിജിറ്റൽ ഹെൽത്ത് ടൂൾസ് എത്രത്തോളം നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നിടത്ത്, അതേപോലെ തന്നെ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം, ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നിടത്ത്, റോബോട്ടിക് സർജറീസ് ഇപ്പോൾ തന്നെ ഓൾറെഡി വന്നു കഴിഞ്ഞു, അത് കുറച്ചുകൂടി വ്യാപകമായിട്ട് വരും. അതോടൊപ്പം ഒരുപാട് സോഫ്റ്റ് സ്കിൽസും ആവശ്യമാണ്. പല ഡോക്ടേഴ്സിൻ്റെ ഒരു ചിന്ത, ആ ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ച് മാത്രം ഞാൻ പഠിക്കാം, അല്ല എങ്ങനെയുള്ള ചിന്തിക്കുന്ന പല ആൾക്കാരിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷേ അതിനപ്പുറം അഡാപ്റ്റബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് ലേണിംഗ്, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, ആ ഒരു MBBS കരിക്കുലത്തിന് അപ്പുറത്തോട്ട് പോവുക, ഫ്ലെക്സിബിൾ ആയിരിക്കുക, കൂടുതൽ പഠിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ AI ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ വളരെ ആവശ്യമാണ്. അതോടൊപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായിട്ടുള്ള ഡോക്ടേഴ്സിന് എന്നും ഒരു ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളത്. കാരണം ഇവിടെ ഒരു മെഷീനെയും ഒരു ഹ്യൂമനെയും എപ്പോഴും വ്യതിരിക്തമാക്കുന്നത് അയാളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, കമ്പാഷൻ, എംപതി ഒക്കെയാണ്. ഈ ലൈഫ് സ്കിൽസ് ഉള്ള ഡോക്ടേഴ്സ് അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഒരു മെഷീനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇത്തരം ഒരു ഡോക്ടറുമായിട്ട്, ഏതെങ്കിലും ഒരു ഡോക്ടറായിട്ടില്ല, ഇത്തരം ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ഡോക്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിരിക്കും പല ആളുകളും എന്ത് ചെയ്യുക, അവർ പ്രിഫർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിലൊക്കെ ലീഡർഷിപ്പ് എടുക്കാൻ സാധിക്കുന്ന, മാത്രമല്ല AI വരുമ്പോൾ പോസ് ചെയ്യുന്ന ഒരുപാട് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ എത്തിക്കൽ ജഡ്ജ്മെൻ്റ് ഉള്ള AI ആൻഡ് എത്തിക്സിനെ കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് ആവശ്യം വരിക. അപ്പോൾ നിങ്ങളുടെ തോട്ട്സൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ചില തോട്ട്സ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.